അതിന് ശ്രമിക്കുന്ന സമയമാണല്ലോ. ഭയത്തോട് ഭക്തിയോടെ നമുക്ക് ലൈനിലായിരിക്കാം. കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ, ഹാലലി വചനം നമ്മോട് ഓരോരുത്തരും ഇടപെടുവാൻ, നമ്മൾ ഓരോ അവസ്ഥകളിലേക്ക് വചനം വന്ന് ശോധന ചെയ്ത് നമ്മെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പണിയപ്പെടുവാൻ നമ്മെ തന്നെ കർത്താവിന്റെ കാര്യത്തിൽ കൊടുക്കുന്ന ലൈനിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തിയിരിക്കുവാൻ പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. ഈ സമയത്ത് ലൈനിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിന്റെ തന്നെ തിരുനാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസി, ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സ്നേഹനിധികളായ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നമുക്ക് ആയുസ് തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്ത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ അതിക്രമത്തിൻ്റെയും സാഹസത്തിൻ്റെയും ഷണ്ടയുടെയും വല്ലാത്ത അന്തരീക്ഷമാണ് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിലായിരിക്കുന്ന ദൈവജനം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കേണ്ട ആവശ്യകതയിലേക്കാണ് ഇന്ന് രാത്രിയിലെ വചനം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഇന്ന് ഈ ദിവസം നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ദൂതടങ്ങിയ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യമാണ്. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 9:19. വളരെ പ്രാധാന്യത്തോടുകൂടെ ഈ കാലഘട്ടത്തിന്റെ ഒരു ശബ്ദമായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു ദൈവവചനമാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ അത് കേൾക്കണം, ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം വായിക്കാം. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവചനത്തിലൂടെയാണ് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവജനം ഈ ശബ്ദം കേൾക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് വല്ലാത്ത അന്തരീക്ഷം ലോകത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ അല്ലെങ്കിൽ വാർത്തകൾ കേട്ടാൽ നമ്മുടെ ചെവി മരവിപ്പിക്കത്തക്കവണ്ണം, വല്ലാത്ത നിരാശ നമുക്ക് വരത്തക്കവണ്ണമുള്ള വാർത്തകളാണ് നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ വല്ലാത്ത പ്രകൃതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വഭാവം വല്ലാത്ത വ്യതിചലനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴത്തെ ആവശ്യം ഇതിനെല്ലാം മാറ്റം വരുത്തുന്ന ഒരു ഭരണാധികാരിയെ അല്ല, പ്രാർത്ഥിക്കുന്ന ആളുകളെയാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ അന്തരീക്ഷം മാറ്റുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഈ ദിവസത്തെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വചനവും അത് തന്നെയാണ്. പ്രാർത്ഥനയിലെ 3 ഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനയാണ്. ദാനിയേൽ ഒരു പ്രാർത്ഥനക്കാരനാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നു അദ്ദേഹം. കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ചെവിക്കൊള്ളണമേ. ദൈവമേ, നിന്നെ ഓർത്ത് താമസിക്കരുതേ, ഞാൻ നിന്റെ നാമം വിളിച്ചിരിക്കുന്നു. അതിനകത്തെ 3 കാര്യങ്ങൾ: കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്? എന്തുകൊണ്ട് പക്ഷെ പണ്ടത്തെ കാലത്തെ പോലെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടുന്നില്ല? പ്രാർത്ഥന ക്രമം പോലെ നടക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പഴയ കാലത്തെ പോലെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്നില്ല. എന്താ കാരണമെന്നുള്ളതാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ദാനിയേലിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഹോവയ്ക്ക് പ്രിയ പുരുഷനായ ദാനിയേൽ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് സംബോധന ചെയ്യുന്നത്. യഹോവയ്ക്ക്, ദൈവത്തിന് പ്രിയ പുരുഷനാണ്. അതിന് കാരണം എന്താണെന്ന് നമുക്ക് ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 127 സംസ്ഥാനങ്ങളുള്ളതിൽ അതിന്റെ 3 സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വ പദവിയിൽ ഇരുന്ന ഒരു ഭരണാധികാരിയാണ്, ഒരു ഉദ്യോഗസ്ഥനാണ് ദാനിയേൽ. വളരെ തന്റെ ഔദ്യോഗിക നിർവഹണത്തിൽ വളരെ തിരക്കുള്ള ഒരാളാണ് ദാനിയേൽ. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നു. എന്താണ് ദാനിയേൽ ദൈവത്തിന്റെ പ്രിയ പുരുഷനായി മാറാൻ കാരണം?
അദ്ദേഹം പ്രാർത്ഥിക്കുന്നയാളായിരുന്നു. താഴ്ചയിൽ ഇരുന്നപ്പോൾ മാത്രമല്ല, ഒന്നുമല്ലാതിരുന്നപ്പോൾ മാത്രമല്ല, എല്ലാം ആയിരുന്ന അവസരങ്ങളിലും എന്ന് പറഞ്ഞാൽ 127 സംസ്ഥാനങ്ങളിലെ 1/3 സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. ദൈവത്തോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം ഇരുന്ന് കേൾക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ദൈവത്തിന്റെ പ്രിയ പുരുഷനായി മാറിയത്. എന്താ നമുക്ക് പറ്റിയ കുഴപ്പം? നമുക്കൊന്നിനും സമയമില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ല. ദൈവിക വിഷയങ്ങളിൽ ഇടപെടാൻ സമയമില്ല. അന്ന് പണ്ട് ചെയ്തതുപോലെ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ഞായറാഴ്ചയും ഒക്കെ നമ്മൾ വെച്ചിരിക്കുന്ന ചില ദിവസങ്ങൾ മാത്രമാക്കി അതിൽ തന്നെ സമയങ്ങൾ കുറച്ചു കൊണ്ടുവന്ന് വളരെ ക്യാപ്സൂൾ പരുവത്തിലാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദാനിയേലിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ദാനിയേലുമാരാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അവർക്ക് മാത്രമേ അല്ലെങ്കിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയിൽ നിന്ന് ദൈവജനത്തെ മടക്കി കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവരെയാണെന്ന് ആവശ്യം. ശ്രദ്ധിക്കണം ദൈവമക്കൾ. അദ്ദേഹം പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്ന് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ കൊടുത്തിരിക്കുന്ന എങ്ങനെയാണ്? താൻ മുൻപ് ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരു വിഷയമുണ്ടാകുമ്പോൾ പെട്ടെന്നൊരു പ്രാർത്ഥന ക്രമീകരിക്കുന്നയാളല്ല ദാനിയേൽ. പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് തനിക്ക് വേണ്ടപ്പെട്ടവരെ വിളിച്ചുകൂട്ടി എന്നാൽ നമുക്കിരുന്ന് ഒരു ഉപവാസ പ്രാർത്ഥന വെക്കാം, ആരെങ്കിലും ദേവദാസന്മാരെ വിളിക്കാം, നമ്മുടെ പാസ്റ്ററോട് പറയാം, ഇന്നത്തെ ക്ലീശേ വാക്കുകളൊന്നും പറഞ്ഞിരിക്കുന്ന ഒരാളല്ല ദാനിയേൽ. അദ്ദേഹം അവിടെ കൊടുത്ത് 6-ാം അധ്യായം അതിന്റെ ദാനിയേൽ പുസ്തകം 6:10 ഇങ്ങനെ പറയുന്നത്, താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ, തന്റെ വീടിന്റെ കിളിവാതിൽ തുറന്ന്, വീട്ടിൽ വന്ന് കിളിവാതിൽ തുറന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പശ്ചാത്തലം അതാണ്. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ, അത് ഭവനമാകട്ടെ, ചർച്ച ആകട്ടെ, ആരുടെങ്കിലും ഭവനമാകട്ടെ, സ്വന്തം ഭവനമാകട്ടെ, നീ ദൈവവുമായി ബന്ധപ്പെടുന്ന ഇടം ദൈവസന്നിധിയാണ്. നീ പ്രാർത്ഥിക്കുന്ന ഇടം ദൈവസന്നിധിയാണ്. നീ വചനം കേൾക്കുന്ന ഇടം ദൈവസന്നിധിയാണ്. കോവിഡിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ വചനം കേൾക്കുന്നത് നമ്മുടെ ഭവനത്തിലാണ്. ആ ഭവനത്തിൽ ഇരുന്ന് നീ ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഓർക്കണം, അത് ദൈവസന്നിധിയാണ്. അലക്ഷ്യമാക്കരുത്. അത് വിശുദ്ധ സ്ഥലമാണ്. ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ദൈവം സംസാരിക്കുന്ന സ്ഥലമാണ്. നീയും ദൈവവുമായി ബന്ധപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് യാക്കോബ് ഒരിക്കലും ഒരു മലയുടെ മുകളിൽ പോയി കിടന്നുറങ്ങി ആ രാത്രിയിൽ ദൈവം ദർശനത്തിൽ അവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഉണർന്നു കഴിഞ്ഞ് അവൻ പറയുന്നുണ്ട്, അയ്യോ ഭയങ്കരം, ഞാൻ അറിഞ്ഞില്ല ഇത് ദൈവസന്നിധിയാണെന്നുള്ള ആ ബോധമില്ലാതെ ഞാൻ കിടന്നുറങ്ങി, ക്ഷമിക്കണം. ഇത് ദൈവത്തിന്റെ ആലയമാണ്. ദൈവം സംസാരിക്കുന്ന ഇടം ദൈവത്തിന്റെ ആലയമാണ്. നമ്മുടെ വീടായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു മുറിക്കകത്തായിക്കൊള്ളട്ടെ, ദൈവം നിന്നോട് സംസാരിക്കുന്നെങ്കിൽ, നീ ദൈവത്തോട് ഇടപെടുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ ആലയമാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന വസിക്കുന്ന സ്ഥലമാണ്. ദൈവത്തിന്റെ ബന്ധം വെളിപ്പെടുന്ന ഇടമാണ്. മനസ്സിലാക്കണം ദൈവമക്കൾ. അതുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോയാണ് ഈ പ്രാർത്ഥിക്കുന്ന പ്രതിസന്ധിയിൽ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ കാണുവാൻ കഴിയുന്നത്, താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവിടെയും എനിക്ക് ഇഷ്ടമുള്ള ഒരു പദമുണ്ട്, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒന്ന് ദൈവസന്നിധി, രണ്ടാമത് അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നമ്മളെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഒന്ന് ഉണർത്തുവാൻ വേണ്ടി ചോദിക്കുക. നമ്മുടെ ഏതെങ്കിലും കാലങ്ങളിൽ നമുക്ക് ഓർമ്മയുണ്ടോ നമ്മൾ എന്തെങ്കിലും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്, മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ മനമുഖരത്തിൽ എപ്പോഴെങ്കിലും ഓർമ്മയിൽ വെളിപ്പെടുന്നുണ്ടോ നമ്മൾ അങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടം? ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്ങാനും നമ്മൾ അങ്ങനെ ഇരുന്നതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ?
നമ്മൾ എത്രയോ കാലങ്ങളായി കസേരയിൽ നിന്നും മാറി താഴോട്ടൊന്നിരുന്നിട്ട്. ഭവനത്തിലാണെങ്കിലും നമുക്ക് കസേര വേണം, ആലയത്തിൽ പ്രത്യേകിച്ച് കസേരയാണല്ലോ. നമ്മൾ പാടും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും. തിരിച്ച് കർത്താവ് ചോദിക്കുക, പാട്ട് പാടുമ്പോ കർത്താവ് ചോദിക്കാം, നിന്റെ മുട്ടെപ്പോഴെങ്കിലും മടങ്ങിയിട്ടുണ്ടോ? ഇല്ല. പാട്ടുപാടും നമ്മള്, ആരെങ്കിലും ഒക്കെ മുട്ടുകുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മുട്ട് ഇതുവരെയും മടങ്ങിയിട്ടില്ല. മുഴങ്കാലിലിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതല്, പ്രാർത്ഥനയുടെ മറുപടി പെട്ടെന്ന് വെളിപ്പെടാനുള്ള മാർഗം അതാണ്. ദൈവസന്നിധിയിൽ മുട്ട് മടക്കുക. അത് സമർപ്പണത്തിന്റെ ലക്ഷണമാണ്, അത് ഏറ്റുപറച്ചിലിന്റെ ലക്ഷണമാണ്, അത് എന്നെക്കാൾ വലിയവൻ എന്റെ മുൻപിലുണ്ടെന്നുള്ള ബോധ്യത്തിന്റെ ലക്ഷണമാണ്. ഇവിടെ ദാനിയേൽ ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരിയാണ്, ഒരു ഉയർന്ന പദവിയിലിരിക്കുന്നയാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, ഞാൻ ആരുടെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന പദം ദൈവ സന്നിധി എന്നാണ്. പള്ളിയിലല്ല കേട്ടോ, വീട്ടിലാണ്, ആരും കാണാനില്ല. പക്ഷെ അദ്ദേഹം മുട്ടുകുത്തി. പ്രതിസന്ധി വന്നപ്പോഴല്ല, എല്ലാ ദിവസവും ചെയ്തു വന്നതുപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സമയം കണ്ടെത്തി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്നത് അവിടെയാണ്. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. പെട്ടെന്ന് ദൈവം നിന്നോട് സ്ഥിരിച്ച് സംസാരിക്കുക. നിന്റെ ആകുലതകൾ, നിന്റെ വ്യാകുലങ്ങൾ, നിന്റെ ചോദ്യങ്ങൾ, നിന്റെ പ്രശ്നത്തിലുള്ള പരിഹാരങ്ങൾക്കെല്ലാം മറുപടി പെട്ടെന്ന് വെളിപ്പെടാനുള്ള ഒറ്റ മാർഗം എന്താന്ന് ചോദിച്ചാൽ, മുഴങ്കാൽ മടക്കുക, മുട്ടുകുത്തുക. ദൈവസന്നിധിയിൽ ഏറ്റുപറച്ചിലിന്റെ അതൊരു പ്രതിബിംബമാണത്, മുഴങ്കാൽ മടക്കുന്നത്. കടന്ന് പ്രാർത്ഥിച്ച കേൾക്കത്തില്ലേ, നടന്ന് പ്രാർത്ഥിച്ച കേൾക്കത്തില്ലേ, ഈ കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ ഇന്നും ചോദിക്കാം, അന്നും ചോദിക്കും, എന്നും ചോദിക്കും. എൻ്റെ വിഷയം ചോദ്യങ്ങൾ ചോദിക്കുന്നവനല്ല, അനുസരിക്കുന്നവനെയാണ്. ദൈവവചനം കേൾവി അനുസരണത്തിനായി ഉപയോഗിക്കുന്നവനെയാണ് ദൈവം അന്നും ഇന്നും എന്നും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ദാനിയേലിന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നു. ഇവിടെ ദാനിയേലിന്റെ പ്രാർത്ഥനയാണ് 9-ാം അധ്യായത്തിനകത്തെ പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ച് പ്രബന്ധം എഴുതിയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പഠനം നടത്തിയിട്ടൊന്നും കാര്യമില്ല. പ്രാർത്ഥിക്കണം, അത് പ്രാക്ടിക്കലാക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് 100 കാര്യങ്ങൾ പഠിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ അനുഭവമാക്കി മാറ്റണം, എങ്കിലേ ദൈവപ്രവർത്തികൾ നമ്മളിൽ വെളിപ്പെടത്തുള്ളൂ. ഇവിടെ 9-ാം അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലെ 3 പദങ്ങളാണ്, ആ പ്രാർത്ഥനയുടെ 3 ശകലങ്ങളാണ് നമ്മൾ വായിച്ച് തുടക്കത്തിൽ കേട്ടത്. ഒന്ന്, കേൾക്കണമേ ദൈവമേ, കർത്താവേ, കർത്തൃത്വം നടത്തുന്നവനെ, എന്റെ കർത്തൃത്വം നടത്തുന്നവനെ, എന്റെ തലയ്ക്ക് മുകളിലുള്ളവനെ, എന്റെ അധികാരിയെ നീ കേൾക്കണേ. 2, നീ എന്നോട് ക്ഷമിക്കണേ. 3, എന്റെ ശബ്ദത്തിന് ചെവിക്കൊള്ളണേ. മനോഹരമായ 3 പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ദാനിയേലിനെ കുറിച്ച് 6-ാം അധ്യായത്തിനകത്ത് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഗുണങ്ങളൊന്ന് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിനകത്ത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഉത്കൃഷ്ടമാനസനായിരുന്നു. എന്നാൽ ദാനിയേൽ 6:3 ഉത്കൃഷ്ടമാനസനായിരുന്നു. ഇത് പ്രത്യേക കാലഘട്ടത്തിൽ ഉത്കൃഷ്ട മനസ്സനായിരുന്നല്ല, താൻ ആയിരുന്ന ഇടത്ത് 4 രാജ്യഭരണം, 4 രാജാക്കന്മാർ നടത്തിയ കാലത്ത്. അത് നിസാരന്മാരായ 4 രാജാക്കന്മാരല്ല. നെബൂഖദ്നേസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. തീച്ചൂളയ്ക്ക് 7 മടങ്ങും ചൂട് കൂട്ടിയിട്ട ഒരു രാജാവ് നെബൂഖദ്നേസർ. അദ്ദേഹത്തിന്റെ കാലത്ത് ഈ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. 2, ബെൽശസ്സറിന്റെ കാലം നമുക്കറിയാം. ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ഉപകരണങ്ങൾ തന്റെ മധ്യസ്ഥതയ്ക്കായി ഉപയോഗിച്ച ഒരു രാജാവിനെ നമുക്കറിയാം, ബെൽശസ്സർ. അദ്ദേഹത്തിന്റെ കാലത്തും ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. 3, ദാര്യാവേശിന്റെ കാലത്ത് രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കൽപ്പന പുറപ്പെടുവിച്ച് അതിന് വിപരീതമായി നിന്ന് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ ദാര്യാവേശിന്റെ കാലത്തും ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. പിന്നീട് വന്ന കോരശിന്റെ കാലത്തും ദാനിയേൽ ഉത്കൃഷ്ട മാനസനായി. 4 രാജാക്കന്മാരുടെ കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഉത്കൃഷ്ട മാനസനായിരുന്നു. 1. 2, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് 4-ാം വാക്യം 6:4, അദ്ദേഹം വിശ്വസ്തനായിരുന്നു.
ആ 4-ാം വാക്യത്തിൽ തന്നെ, അതിന്റെ 4-ാം വാക്യത്തിലും 22-ാം വാക്യത്തിലും അടുത്തത് കൊടുത്തിരിക്കുന്നത്, ഒരു വിഷയത്തിലും യാതൊരു കാരണവും സംബന്ധിച്ച് കുറ്റം കണ്ടെത്തുവാൻ കഴിയാത്തവനായിരുന്നു. കുറ്റം കണ്ടെത്തുവാൻ ആർക്കും കഴിയത്തില്ല. കുറ്റം പറയാനില്ലാത്തവൻ, കുറ്റം ചൂണ്ടിക്കാണിക്കാനില്ലാത്തവൻ. 3 കാര്യങ്ങൾ അവിടെ 6-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ഉത്കൃഷ്ട മനസ്സനായിരുന്നു. രണ്ടാമത്, അദ്ദേഹം വിശ്വസ്തനായിരുന്നു. മൂന്നാമത്, തൻ്റെ ഭൗതികമായ ജോലി സംബന്ധിച്ചോ ആത്മീയ വിഷയങ്ങൾ സംബന്ധിച്ചോ ആർക്കും ഒരു കുറ്റവും ഇത് കുറ്റം കണ്ടുപിടിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല കേട്ടോ, കുറ്റം കണ്ടുപിടിക്കാൻ പുറകെ നടന്ന ആളുകളുണ്ട്, പക്ഷെ ഒരു കുറ്റവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ 3 ഗുണങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞ പദം ഉത്കൃഷ്ട മാനസൻ എന്ന. നമ്മൾ പലപ്പോഴും ഉത്കൃഷ്ട മാനസം പറഞ്ഞപ്പോൾ സന്തോഷിച്ച് ജീവിച്ചവെന്നൊക്കെയാണ് നമ്മളൊക്കെ പറയുന്നത്. എന്നാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഭേദഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവൻ, അതാണ് ഉത്കൃഷ്ട മാനസന്റെ അർത്ഥം. 4 രാജാക്കന്മാരുടെ കാലത്തും ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവുള്ളവനായിരുന്നു. എന്ന് പറഞ്ഞാൽ ശരിയേതാ തെറ്റേതാന്ന് ബോധ്യമുള്ളവൻ, ദൈവികമേതാ സാധാന്യമേതാന്ന് തിരിച്ചറിവുള്ളവൻ, നന്മയേതാ തിന്മയേതാന്ന് മനസ്സിലാക്കിയവൻ, ചെയ്യേണ്ടതേതാ ചെയ്യേണ്ടാത്തതേതാന്ന്, വേണ്ടതേതാ വേണ്ടാത്തതേതാന്ന് ബോധ്യത്തോടുകൂടി ജീവിച്ചവൻ. ഈ 4 രാജാക്കന്മാരുടെ കാലത്തും ഈ ഇദ്ദേഹത്തെ ഒന്ന് പഠിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളാ. ഏതാ ശരി ഏതാ തെറ്റേതെന്ന് അവർക്ക് ബോധ്യമുണ്ട്, അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, ദാനിയേലിന് ബോധ്യമുണ്ട്. ദൈവികമേതാ സാധാന്യമേതാന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. വേറൊരു രാജ്യത്താ കേട്ടോ, അവിടെ പാസ്റ്റർമാരില്ല, പുരോഹിതന്മാരില്ല, ആലയമില്ല, പ്രാർത്ഥന കൂട്ടായ്മയില്ല, പക്ഷേ അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ശരിയേതാ തെറ്റേതാന്ന്. അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ദൈവികമേതാ സാധാന്യമേതാന്ന്. അദ്ദേഹത്തിന് ബോധ്യമുണ്ട് തിന്മ ഏതാ നന്മ ഏതാന്ന്. അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ചെയ്യേണ്ടതേതാ ചെയ്യരുതാത്തതേതാ, വേണ്ടതേതാ വേണ്ടാത്തതേതാ അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ 4 ആ കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെയുള്ള 4 പേരുടെ പ്രസ്താവന നമുക്ക് ഒഴിയാൽ ഞങ്ങൾക്കത് കഴിച്ചുകൂടാ, ഞങ്ങൾക്കത് കുടിച്ചുകൂടാ. കണ്ടോ, ബോധ്യമുണ്ട്. ഇതാ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവുള്ളവനാണ് ഉത്കൃഷ്ട മാനസൻ. അവർ പറഞ്ഞു, രാജാവ് കുടിക്കുന്ന ഭക്ഷണമോ രാജാവ് കഴിക്കുന്ന പാനീയമോ ഞങ്ങൾക്ക് പറ്റില്ല. കണ്ടോ, ഞങ്ങൾക്കത് കഴിച്ചുകൂടാ. വേറെ ഭാഗത്ത് കാണാം, ഞങ്ങൾക്ക് അങ്ങനെ വിഗ്രഹത്തെ ആരാധിച്ചുകൂടാ. പറഞ്ഞ കാര്യമാ. രാജാവിന്റെ ബിംബം ഉണ്ടാക്കി പാട്ടൊക്കെ നമ്മുടെ പാട്ട് തന്നെയാ, പക്ഷേ ഡ്രമ്മൊക്കെ നമ്മുടെ ഡ്രമ്മ് തന്നെയാ, എല്ലാ താളമൊക്കെ നമ്മുടെ താളം തന്നെയാ. പക്ഷേ അതിന്റെ നടുവിൽ വിഗ്രഹമുണ്ടെങ്കിൽ പറ്റില്ല. രാജാവേ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ആരാധനയിൽ ഭാഗവാക്കാകാൻ പറ്റില്ല. തിരിച്ചറിവുള്ളവനാ, ഉത്കൃഷ്ട മാനസന. ഞങ്ങൾക്ക് രാജാവിനോട് പ്രാർത്ഥിച്ചുകൂടാ. കണ്ടോ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ അമ്പലത്തിൽ പാടുന്നവനും അതേ ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഡിസ്ട്രിക്ട് സ്റ്റേജുകളിൽ പാടിയാൽ കുഴപ്പമൊന്നുമില്ല. അതെന്താ പാട്ട് പാടി, അതൊന്നും കുഴപ്പം, അത് അവന്റെ ജോലിയല്ലേ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ദാനിയേലിനെ കിട്ടില്ല, പ്രാർത്ഥിക്കുന്നവനെ കിട്ടില്ല. ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുന്നവനെ അമ്പലത്തിൽ പാടുന്നവന്റെ കൊട്ടിനനുസരിച്ച് ചാടാൻ കിട്ടുകയില്ല. അന്യദൈവങ്ങളുടെ നാമത്തെ എടുത്ത് ആരാധിക്കുന്നവൻ, സ്തുതിക്കുന്നവന്റെ ശബ്ദത്തിന് പുറകെ അല്ലെങ്കിൽ ആത്മീയ പാട്ട് പാടിയാൽ അതിന് കൈത്താളം അടിക്കാൻ കിട്ടുകയില്ല. കാര്യമെന്താ, അവന് ദൈവവുമായിട്ട് ബന്ധമുണ്ട്, പ്രാർത്ഥിക്കുന്നവനാ. അതുകൊണ്ടാണ് പറ്റില്ല നോ പറയാനുള്ള കഴിവുള്ളവനാ. ഇന്നതില്ല കേട്ടോ, നോ പറയരുത്, അത് ഹെട്ടി നോ പറയരുത്. പക്ഷെ ഇവിടെ അവൻ പറയുക, ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ദാനിയേൽ പറയാണ്, ഞങ്ങൾക്കത് കുടിച്ചുകൂടാ, ഞങ്ങൾക്കത് കഴിച്ചുകൂടാ, അത് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കും. പറ്റില്ല. ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവൻ. ഞങ്ങൾക്കതിനെ ആരാധിച്ചുകൂടാ. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, വാങ്ങരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്, അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന പ്രമാണം ഞങ്ങളുടെ അകത്തുള്ളത് കൊണ്ട്, ഹൃദയത്തിലുള്ളത് കൊണ്ട്, പുസ്തകം ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലും, ന്യായപ്രമാണത്തിന്റെ പേപ്പറുകൾ, ചുരുളുകൾ ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലും ഞങ്ങളുടെ അകത്തതുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് ദൈവത്തോടല്ലാതെ വേറൊരുവന്റെ മുമ്പിൽ അപേക്ഷയായ കഴിക്കാൻ പറ്റുകയില്ല, പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല.
അത് ഉന്നത സ്ഥാനമായിരിക്കാം, രാജാവിന്റെ അടുത്ത കസേരയിൽ ഇരിക്കുന്ന ആളായിരിക്കാം. രാജാവിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ജോലി പോകും. അതൊന്നും വിഷയമല്ല. ശ്രദ്ധിക്കണം, കോംപ്രമൈസ് ഇല്ലാത്ത നിലപാടുള്ളവനാണ് ഉത്കൃഷ്ട മാനസൻ. ക്രിസ്തുരഹിത നിലപാടുകളോട് കോംപ്രമൈസ് ചെയ്യാത്തവൻ. ശ്രദ്ധിക്കണം, കോംപ്രമൈസ് ഇല്ലാത്തവൻ. ഇല്ലെങ്കിൽ തീച്ചുളയ പ്രശ്നമല്ല, ഇല്ലെങ്കിൽ സിംഹക്കുഴിയ പ്രശ്നമല്ലെന്നേ, ഇല്ലെങ്കിൽ ജോലിമോ പ്രശ്നമല്ലെന്നേ. കാര്യം എന്താ അറിയാമോ? അവർക്ക് അവരുടെ ദൈവത്തെ അറിയാം. ആ യെരുശലേമിൽ ഇരിക്കുന്ന ദൈവത്തെ അല്ല, അവരുടെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവത്തെ അവർക്കറിയാം. അവരുടെ കൂടെ നടക്കുന്ന ദൈവത്തെ അറിയാം. അവരുടെ കൂടെ വസിക്കുന്ന ദൈവത്തെ അവർക്കറിയാം. അതുകൊണ്ട് പ്രശ്നമല്ല, പ്രതിസന്ധികളെ വലുതായി കാണുന്നില്ല. ഞാനൊരു എപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് വരുന്നൊരു ദൂതുണ്ട്. ദാവീദ് ശൗലും സൈന്യവും ഗോലിയാത്തിന്റെ നീളവും വീതിയും അളന്നുകൊണ്ടിരിക്കുമ്പോ നീ എന്താ നീളം കണ്ടിട്ടും വീതി കണ്ടിട്ടും പേടിക്കാത്തേ? അവന്റെ വലിപ്പം കണ്ടിട്ടും അവന്റെ കയ്യിലിരിക്കുന്ന ആയുധം കണ്ടിട്ടും നീ പേടിക്കാത്ത എന്താന്ന് ദാവീദിനോട് ചോദിച്ച ദാവീദ് പറയും, ഞാൻ അവന്റെ നീളവും വീതിയും അല്ല കണ്ടത്, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തിന്റെ വലിപ്പമാണ് ഞാൻ കാണുന്നേ. ദൈവത്തിന്റെ വലിപ്പം കണ്ടവന് മുൻപിൽ വെളിപ്പെടുന്ന പ്രതിസന്ധിയുടെ അളവെടുക്കേണ്ട കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ ജയം. എല്ലാ നാമത്തിലും മേലായ നാമവും എല്ലാ മുഴങ്കാലും മടങ്ങുന്ന യേശു എന്ന നാമത്തെ ആരാധിക്കുന്ന ഒരു ദൈവവൈതലിന് മുൻപിൽ വെളിപ്പെടുന്ന പ്രതിസന്ധിയുടെ അളവെടുക്കേണ്ട കാര്യമില്ല. മുൻപിൽ വെളിപ്പെടുന്ന മലയുടെ വിസ്തീർണം എടുക്കേണ്ട കാര്യമില്ല. കാരണം അവൻ ആ മലയേക്കാൾ വലിയൊരു ദൈവത്തെ അറിയാം. മനസ്സിലാകുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ, ദൈവത്തെ അറിയുന്നവനാണെങ്കിൽ, അറിയുന്നവനെയാണ് ദൈവം ഉയർത്തുന്നത്. എവിടെ വരെ ഉയർത്തും? നിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന മലയേക്കാൾ ഉയർത്തും. ദാവീദിനറിയാം അവൻ ആരാധിക്കുന്ന ദൈവം ആരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സൈന്യമെതിരായിട്ട് വരുമ്പോഴും ആ മുൻപിൽ മതിലുകൾ വെളിപ്പെടുമ്പോഴും പറയാ, ഇല്ല, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എന്റെ ദൈവത്തെ ഞാൻ സൈന്യങ്ങളുടെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ, എന്റെ ദൈവം മതിലിന്റെ അളവല്ല വിഷയം, സൈന്യത്തിന്റെ എണ്ണമല്ല വിഷയം. അവനറിയാവുന്ന ഒരു ദൈവം വലിപ്പമുള്ള ദൈവമാണ്. അതുകൊണ്ട് ഭാരപ്പെടല്ലേ. പ്രതിസന്ധി വരുമ്പോ, പ്രശ്നം വരുമ്പോ ഭാരപ്പെടല്ലേ. ട്രംപ് ആയാലും അതിന് മുൻപുള്ള ആളായാലും വിഷയമല്ല. ഇനിയും അത് നേരെ തിരിഞ്ഞാലും വിഷയമല്ല. ആര് വന്നാലും വിഷയമല്ല. അവരെക്കാൾ ഒരു വലിയ ഒരുവൻ എന്റെ ആരാധ്യ പുരുഷനാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ കോംപ്രമൈസ് ഇല്ലാത്ത നിലപാടുള്ളവൻ, ക്രിസ്തു രഹിത നിലപാടുകളോട് കോംപ്രമൈസ് ചെയ്യാത്തവൻ, ക്രിസ്തുവിനെ വിട്ടൊരു പരിപാടിയില്ല. അതാണ് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഇല്ല, ആ ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ ഒന്നിനും കഴിയില്ല. ആപത്തായാലും വാളായാലും പട്ടിണിയായാലും നഗ്നതയായാലും ഉപദ്രവമാണെങ്കിലും കഷ്ടതയാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും പ്രലോഭനമാണെങ്കിലും പറ്റില്ല. കാരണം ബന്ധം അത്ര ദൃഢമാണ്. ഹല്ലേലൂയ. ഒന്ന്, അദ്ദേഹം ഉത്കൃഷ്ട മാനസനാണ്. രണ്ടാമത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം വിശ്വസ്തനാണ്. 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അദ്ദേഹം വിശ്വസ്തനാണ്. 6-ാം അധ്യായം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്. കണ്ടോ, ദാനിയേലിനെ കുറിച്ച് പറയാം, വിശ്വസ്തനാണ്. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ സത്യത്തോട് വ്യതിചലിക്കാത്തവൻ. അർത്ഥം അതാ, സത്യത്തോട് എന്ത് ചെയ്യത്തില്ല, വ്യതിചലിക്കില്ല എന്ന് പറഞ്ഞാൽ ശാശ്വതമായ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സത്യം ഒരിക്കലും മൂടി വെക്കുകയില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും, സത്യം ഒരിക്കലും ഒന്നും ചെയ്തില്ല, മൂടി വെക്കുകയില്ല. ചിലയിടത്ത് ചിലയിടത്ത് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അദ്ദേഹത്തിന് അതില്ല, പൗലോസിന് അതില്ല, യേശുവിന് അതില്ല. നമ്മളൊക്കെ അങ്ങനെ ചിലയിടത്ത് എന്ത് ചെയ്യത്തില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് പറയും, മൂടി വെച്ച് പറയും. സത്യമാണെന്ന് അറിയാം, പക്ഷെ ചിലരൊക്കെ പറയുന്നില്ലേ, സഭയെ ഭയങ്കര പ്രശ്നം, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ അവിടെ പോയിരിക്കുന്നു, ഞങ്ങൾ തിരിച്ചു പോകുന്നു, ഞങ്ങൾ ഒന്നിനും ഇടപെടത്തില്ല. ഈ കാറ്റഗറിയാ. ഏതാ? ദാനിയേലിന്റെ അല്ല, പൗലോസിന്റെ അല്ല, യേശുവിന്റെ അല്ല, വേറൊരു കാറ്റഗറിയാ, വേറൊരു ഗ്രൂപ്പാ. സത്യത്തെ മൂടി വെക്കുക. വിശ്വസ്തനല്ല. സത്യത്തെ മൂടി വെക്കാത്തവൻ, അവനാണ് വിശ്വസ്തൻ. സത്യം ഒരിക്കലും തമസ്കരിക്കപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവൻ, സത്യം എപ്പോഴും മുൻപിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവൻ, സത്യം ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവൻ, സത്യം ഒരിക്കലും പൊതിഞ്ഞു കെട്ടാത്ത ഒരുവൻ.
നഷ്ടം വന്നാലും ലാഭം വന്നാലും സത്യത്തെ മുറുകെ പിടിക്കുന്നവൻ, അവനാ വിശ്വസ്തൻ. നമ്മുടെ വിഷയം മറന്നു പോരുത്. പ്രാർത്ഥന കേൾക്കണമെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ദാനിയേലിന്റെ പ്രാർത്ഥന കേൾക്കൂ. ഇനി ആരെങ്കിലും ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തെ മറുപടിയെ തടയാൻ വന്നാൽ ഹല്ലേലൂയ, ദൈവം തന്നെ അവിടെ നിന്നോ ദൂതന്മാരെ അയക്കും. എന്നിട്ട് പെട്ടെന്ന് അനുഗ്രഹ വിടുതലിന്റെ വാർത്ത ദാനിയേലിന്റെ കൈ കൊണ്ട് കൊടുപ്പിക്കും. കാര്യം എന്താ? ആളീ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവനാ. ഉത്കൃഷ്ടമാനസനാണ്, ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നവൻ, വിശ്വസ്തനാണ്, സത്യത്തെ മൂടിവെക്കാത്തവൻ, സത്യത്തോട് വ്യതിചലിക്കാത്തവൻ, നഷ്ടം വന്നാലും ലാഭം വന്നാലും സത്യത്തെ മുറുകെ പിടിക്കുന്നവൻ. അയ്യോ പാസ്റ്റർ, ആരാ സത്യം? സത്യം യേശുവാണ്. യേശു ക്രിസ്തുവാണ് സത്യം. വചനമാണ് സത്യം. പിതാവായ ദൈവമാണ് സത്യം. പരിശുദ്ധാത്മാവാണ് സത്യം. ക്രിസ്തുവാണ് സത്യം. ഈ സത്യങ്ങളെ സംരക്ഷിക്കുവാനുള്ള കഴിവിനെയാണ് വിശ്വസ്തത എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, യേശുവെന്ന സത്യത്തെ, ദൈവമെന്ന സത്യത്തെ, ആത്മാവെന്ന സത്യത്തെ, വചനമെന്ന സത്യത്തെ സംരക്ഷിക്കുവാനുള്ള കഴിവിനെയാ. വിട്ടുകൊടുക്കുകയല്ല, അതിനെതിരായി നിൽക്കുകയല്ല. എന്ത് വിഷയം വന്നാലും കർത്താവിനോട് നിൽക്കും. നഷ്ടം വന്നാലും ലാഭം വന്നാലും കർത്താവിനോട് നിൽക്കും. കർത്താവിന് വിട്ടൊരു പരിപാടിയില്ല. അത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും കർത്താവിനോട് നിൽക്കും. വീട്ടുകാർ മാറിയാലും കർത്താവിനോട് നിൽക്കും. അവനെ കുറിച്ചാണ് പറയുന്നത്, വിശ്വസ്തനാണ്. വിശ്വസ്തത. അതുകൊണ്ടാണല്ലേ നമ്മൾ യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം, യേശുവിനെ ധരിക്കുവാനുള്ള സ്നാനം, അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടുള്ള ഏകീകരണത്തിനുള്ള സ്നാനം, പിതാവിനോടുള്ള നീതി നിവർത്തിക്കുവാനുള്ള സ്നാനം. ഇതൊന്നും അല്ലല്ലോ, ഇതൊന്നും പിള്ളേർക്കൊന്നും അറിയത്തില്ല. നമുക്ക് 9 വയസ്സാകുമ്പോൾ മുക്കണം. മുക്കിയില്ലെങ്കിലോ അയ്യോ, അമ്മമാർക്കും ധൃതി, അയ്യോ വെപ്രാളോ, ഇനി അമ്മനെ മുക്കിയില്ല. ഈ പാസ്റ്റർമാർക്കും അവർക്ക് സഭയ്ക്കും ഇനി 5 പേരും സ്ഥാനപ്പെടാതിരിക്കുമ്പോൾ ആ എണ്ണം കൂട്ടാൻ വേണ്ടി ഇനി 9 സാരമില്ല മുങ്ങാം എന്നുള്ള അതല്ലല്ലല്ല. സ്നാനം യേശുവിനോട് ചേരാനാ, സ്നാനം യേശുവിനെ ധരിക്കാനാ, സ്നാനം യേശുവിന്റെ മരണ അടക്കത്തോടെ ഏകീഭവിക്കാനാ, സ്നാനം പിതാവിനോടുള്ള നീതി നിവർത്തിക്കാനാണ്. അങ്ങനെ സ്നാനപ്പെട്ട് സ്നാമകൻ സ്ഥാനാർത്ഥിയെ വെള്ളത്തിൽ മുക്കി അവനെ ഉയർത്തുമ്പോൾ അവനോട് പറഞ്ഞു, ഉയർത്തി അവൻ കരയ്ക്ക് കയറുന്നതിന് മുമ്പ് അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. വിശ്വസ്തനായിരിക്കണം എന്ന് പറഞ്ഞാൽ സത്യത്തോട് വ്യതിചലിക്കാത്തവനായിരിക്കണം എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈവിടാത്തവനായിരിക്കണം, യേശുവിനെ മുറുകെ പിടിക്കുന്നവനായിരിക്കണം, യേശുവിനെ വിട്ടുകൊടുക്കാത്തവനായിരിക്കണം. ഇനി അങ്ങനെ വിശ്വസ്തനല്ലെങ്കിലോ? അല്ലെങ്കിൽ പോക്കാം. അത് ആ വാക്യത്തിനകത്ത് തന്നെ, ആ വാക്ക് പറഞ്ഞ വാക്കിനകത്ത് തന്നെ ഉണ്ട്, എന്തോ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. എന്റെ ഭാഷയിൽ പറഞ്ഞ എന്നാലേ ജീവകിരീടം പ്രാപിക്കൂ. വിശ്വസ്തനല്ലെങ്കിലും സഭയിലിരിക്കാം, സ്റ്റേജ് പാട്ട് പാടാം, പ്രസംഗിക്കാം, പ്രവചിക്കാം, അധ്യക്ഷനായിരിക്കാം, സെക്രട്ടറി ആയിരിക്കാം, കമ്മിറ്റിയിലിരിക്കാം, നോ പ്രോബ്ലം. പക്ഷേ ജീവകിരീടത്തിന്റെ അവകാശത്തിലേക്ക് വരണമെങ്കിൽ വിശ്വസ്തനായേ പറ്റൂ. സന്തോഷമുള്ളവർക്കായി സ്തോത്രം. അപ്പോൾ ഉത്കൃഷ്ടമാനസൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് ശരിയുടെ കൂടെ നിൽക്കുന്നവൻ, ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവുള്ളവൻ. അതാണ് പൗരോഹിത്യത്തിന്റെ കടമയതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാസ്റ്റർ എന്നുള്ളത് എൻ്റെ കടമയതാണ്, ലേവിയന്റെ കടമയതാണ്, പുരോഹിതന്റെ കടമയതാണ്. എന്താണ് തെറ്റും ശരിയും ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, മലിനമേതാ നിർമ്മലമേതാ എന്നുള്ള ആ ഭേദാഭേദങ്ങളെ തിരിച്ചറിയിച്ചു കൊടുക്കുക. അല്ലാതെ പ്രസംഗം അല്ല വിഷയം. അതുകൊണ്ടാണ് താണ്ട് പിള്ളേരെല്ലാം മയക്കുമരുന്ന. ഈ അമേരിക്ക മാത്രമല്ല, നാട്ടിലും ഇത് തന്നെ. എല്ലാം അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ വാർത്തകളായി കേൾക്കുന്നത്. അമ്മയെ ചുറ്റിയൊക്കെ അടിച്ചു കൊല്ലുന്നു, സഹോദരനെ ചുറ്റിയൊക്കെ അടിച്ചു കൊല്ലുന്നു, ഉപ്പാപ്പനെയും വല്യപ്പനെയും എല്ലാം അടിച്ചു കൊല്ലുന്നു. എന്താ ഈ കാലം? 14 വയസ്സുള്ള സഹോദരൻ 10 വയസ്സുള്ള സഹോദരിക്ക് കഞ്ചാവിട്ട് വലിക്കാൻ കൊടുക്കുന്നു. എന്ത് നല്ല കാലമല്ലേ? എന്താ കാര്യം? ആത്മീയ ലോകത്തും ഇത് തന്നെ നടക്കുന്നു. പെന്തക്കോസ്ത് വെളിയിൽ ആരാധിക്കുന്നവനും ക്രിമിനലായി മാറിക്കൊണ്ടിരിക്കുന്നു.
വാർത്താ മാധ്യമങ്ങൾ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായിരുന്നു പള്ളിയിൽ. അവൻ പള്ളിയിൽ കയറുന്നവനാ, കുഴപ്പമൊന്നുമില്ല. അവൻ പാട്ട് പാടുന്നവനാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനും ക്രിമിനലായി, അവനും ജയിലിനകത്തായി. എന്താ കാര്യം? പാസ്റ്റർമാര് ഭേദാഭേദങ്ങളെ തിരിച്ചറിയത്തക്കവണ്ണം വിവേചിച്ചു കൊടുക്കുന്നില്ല. ശരിയേതാ തെറ്റേതാന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. മലിനമേതാ നിർമ്മലമേതാന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുന്നില്ല. പണി മാറി. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഇവിടെ ഉത്കൃഷ്ട മാനസൻ, ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവുള്ളവൻ. രണ്ടാമത് വിശ്വസ്തൻ, സത്യത്തോട് മറുതലിക്കാത്തവൻ, വ്യതിചലിക്കാത്തവൻ. മൂന്നാമത് കുറ്റമില്ലാത്തവൻ. ഭൗതിക ലോകത്തും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അതെന്ത് ആകട്ടെ, ചെറിയ ജോലി ആകട്ടെ, വലിയ ജോലി ആകട്ടെ, ദൈവമാണ് തന്നെന്നുള്ള ബോധ്യത്തിൽ ആ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി 100% പെർഫെക്റ്റ് ആക്കാൻ നോക്കണം. ഞാൻ പ്രസംഗിക്കുന്നവനാ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അതാ, അത് ഉഴപ്പാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ ഇരിക്കണം, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, എന്നിട്ട് അത് ഒരുക്കി കൊടുക്കണം. അല്ലാതെ ഒന്ന് റെഡിയാവാതെ വന്നിട്ട് വായി വരുന്നില്ല. അല്ലല്ല. ശ്രദ്ധിക്കണം ദൈവം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ ഭൂമിയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന. നിന്റെ ആയുസ്സിൽ ദൈവം തരുന്ന പൊസിഷനെല്ലാം ദൈവമാക്കി വെച്ചിരിക്കുന്നതാണ്, ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ്. അത് ഭൗതികമാകട്ടെ ആത്മീയ ലോകത്താകട്ടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അത് വിശ്വസ്തയോടെ ചെയ്യണം. കുറ്റവും പറയാൻ ആരെയും അനുവദിക്കരുത്. ആ ഭാഗം വിടുകയാണ്, സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഈ ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, കർത്താവേ കേൾക്കണേ. ഒന്നാമത്തെ പ്രാർത്ഥന, കേൾക്കണേ. ഈ കേൾക്കാതിരിക്കാൻ ചില വിഷയങ്ങളുണ്ട് കേട്ടോ. കേൾക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാവണം. പുസ്തകം പഠിച്ച് നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കാരണങ്ങളുണ്ട്. ഇവിടെ ദാനിയേൽ ഇത്രയും ഗുണങ്ങളുള്ള ദാനിയേൽ പറയാ, കർത്താവേ, കർത്തൃത്വം നടത്തുന്നവനെ കേൾക്കണേ. നമ്മൾ ഇച്ചിരി ഒന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രാർത്ഥനയല്ല, പിന്നെ ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? കൊട്ടാരക്കരയുള്ള ഒരു വലിയ പാസ്റ്റർ കഴിഞ്ഞ ഇടയ്ക്ക് വലിയ സ്റ്റേജിൽ നിന്നുകൊണ്ടൊരു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ പറഞ്ഞാൽ രോഗം മാറും, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും, അങ്ങനെയാണെങ്കിൽ നിന്റെ കുടുംബം കുഴപ്പമുണ്ടാലും ഞാൻ പറഞ്ഞാൽ മതി. കണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എല്ലാം നടക്കും. പക്ഷെ ഇവിടെ ദാനിയേൽ, പ്രാർത്ഥിക്കുന്ന ദാനിയേൽ, ഇത്രയും ഗുണങ്ങളുള്ള ദാനിയേൽ പറയാ, കർത്താവേ കേൾക്കണേ. കണ്ടോ? ശ്രദ്ധിക്കണം ദൈവമക്കൾ. മനോഭാവം എന്താ? ശ്രദ്ധിക്കണം. അവന്റെ സാത്താന്യമാ, കൊട്ടാരക്കലുള്ളവന്റെ സാത്താന്യമാ, അത് അവന്റെ ശബ്ദത്തിലൂടെ വെളിപ്പെട്ടു. എന്നാലും നമ്മൾ പോവും, എന്നാലും നമ്മുടെ സ്റ്റേജിൽ അവനെ പ്രസംഗിപ്പിക്കും. എന്നാൽ ദാനിയേലിനെ നിങ്ങൾ നോക്കുക, ദൈവികമാ, മുഴങ്കാൽ മടക്കിയ. ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇന്നും അവൻ പ്രാർത്ഥിക്കും, കർത്താവേ കേൾക്കണേ. കണ്ടോ ആ രീതി? കണ്ടോ ദൈവം ഇതിലെ? ആ താഴ്മ കണ്ടോ ദൈവം ഇതിലെ? അവിടെ സ്വയനീതിയാണെങ്കിൽ ഇവിടെ ദൈവസന്നിധിയിലെ നീതി കണ്ടോ ദൈവം ഇതിലെ? അപ്പൊ കേൾക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥനയ്ക്കകത്ത് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് തെളിയിച്ച ഒരു പ്രാർത്ഥനക്കാരിയെ ഞാൻ പറയാം. പ്രാർത്ഥനയ്ക്കകത്ത് സാഹിത്യത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് തെളിയിച്ച ഒരു സഹോദരി ഞാൻ പറയാം. പ്രാർത്ഥനയ്ക്കകത്ത് തുടക്കവും ഒടുക്കവും ഒരേ നിരയിൽ വരത്തക്കവണ്ണമുള്ള അച്ചടക്ക ശുദ്ധീകരണമൊന്നും ആവശ്യമില്ല. തെളിയിച്ചു തരാം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യത്തിനകത്തൊരു സഹോദരിയുണ്ട്, നമുക്കെല്ലാം അറിയുന്നതാണ്. ഹന്ന എന്നാണ് ആ സഹോദരിയുടെ പേര്. സ്ത്രീകളുടെ പ്രാകാരത്തിൽ ഇരുന്നു കൊണ്ട്, ഒരു മൂലയ്ക്ക് മാറിയിരുന്നു കൊണ്ട്, ശബ്ദം പുറത്തു വരാതെ ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട് തേങ്ങലോടുകൂടി ഇരിക്കുന്ന ഒരു സഹോദരി, ഹന്ന എന്ന പേര്. അവിടെ പറയുന്നുണ്ട്, ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥനയെന്ന്. ആ സഹോദരി പറഞ്ഞ കാര്യമുണ്ട്, എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. കുഞ്ഞെ, അതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് നീ പകർന്നു കഴിഞ്ഞ് നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് മറുപടി ഉണ്ടാകും. ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന. അതിനകത്ത് ഭാഷയ്ക്ക് സ്ഥാനമില്ല, അതിനകത്ത് വാക്കുകൾക്ക് സ്ഥാനമില്ല, അതിനകത്ത് സാഹിത്യത്തിന് സ്ഥാനമില്ല. ദൈവം നോക്കുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ ഭാഷയല്ല, പ്രാർത്ഥിക്കുന്നവന്റെ സാഹിത്യമല്ല, പ്രാർത്ഥിക്കുന്നവന്റെ അച്ചടക്ക ശുദ്ധിയല്ല, വാക്ശരണങ്ങല്ല.
അതൊന്നല്ല. നമ്മളിതാ നോക്കുന്നത് നല്ല പ്രാർത്ഥനയായിരുന്നു കേട്ടോ. പാസ്റ്ററുടെ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയായിരുന്നു, ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. പക്ഷെ ഭയങ്കര പ്രാർത്ഥനയായിട്ട് അവിടെ കിട്ടിപ്പോയി, ഇവിടെ തന്നെ കിട്ടിപ്പോയി. ദൈവം ഇതല്ലേ ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന എന്ന് ഹന്നാമ്മച്ചി പഠിപ്പിച്ചിട്ടുണ്ട്, ആ സഹോദരി പഠിപ്പിച്ചിട്ടുണ്ട്. ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന. അവർ പറഞ്ഞതാണ്, ദൈവാസനെ പുരോഹിത, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. മറുപടി ആ സെക്കൻഡില്ല. അപ്പോൾ പ്രാർത്ഥന അതാണ്, ശ്രദ്ധിക്കണം. അപ്പൊ എന്താ പ്രാർത്ഥനയ്ക്ക് തടസ്സം, പ്രാർത്ഥന കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ദാവീദ് പറയുന്നുണ്ട് കേട്ടോ. സങ്കീർത്തനത്തിനകത്ത്, സങ്കീർത്തനം 66 സങ്കീർത്തനത്തിന്റെ 18 വാക്യം എഴുതുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, അകൃത്യം കരുതിയിരുന്നെങ്കിൽ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, അകൃത്യം കരുതിയാൽ പ്രാർത്ഥന കേൾക്കുകയില്ല. പാപവും അകൃത്യവും രണ്ടും രണ്ടാ. പാപം എല്ലാം കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞു. അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചപ്പോൾ പാപം ക്ഷമിച്ചു കഴിഞ്ഞു. അത് എത്ര കടുംചൂപ്പായാലും കർത്താവ് കഴുകിക്കളഞ്ഞു. പക്ഷെ നമ്മൾ ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വരാം. അതാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ ദിനം പ്രതി നമ്മൾ കഴുകൽ പ്രാപിച്ചു. അതാ കർത്താവ് പറഞ്ഞ കാല് കഴുകണം. ഞാൻ എൻ്റെ അടുക്കൽ വരുമ്പോൾ, ഞാൻ വെള്ളമൊഴിച്ച് വരുമ്പോൾ നീ എൻ്റെ കാല് ചെയ്യണം, നീ കഴുകണം. കുളിക്കേണ്ട ആവശ്യമില്ല, കഴുകിയാൽ മതി. രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ദിനം പ്രതി കർത്താവേ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, ക്ഷമിക്കണേ. വാക്കുകളിൽ, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, ചിന്തയിൽ, കൊടുക്കൽ വാങ്ങലൊക്കെ കർത്താവേ അവിശ്വസത കാണിച്ചിട്ടുണ്ട്, ക്ഷമിക്കണേ. കഴുകൽ പ്രാപിക്കുകയാണ്. അത് പാപം മാറുകയാണ്, ശുദ്ധീകരണത്തിലേക്ക് വരികയാണ്. എന്നാൽ അകൃത്യം എന്താണ്? അതിന്റെ ഗ്രീക്ക് പദം പാരറ്റോമ എന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിർ വിട്ടുപോകുക, പരിധി വിട്ടുപോകുക. അകൃത്യത്തിന്റെ ഡെഫിനിഷൻ അതാണ്, അതിര് വിട്ടുപോകുക, പരിധി വിട്ടുപോകുക. യോഹന്നാന്റെ 2 യോഹന്നാന്റെ 2-ാം ലേഖനം, അതിന്റെ 9-ാം വാക്യത്തിനകത്തൊരു വാക്കുണ്ട്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത അതിര് വിട്ടുപോകുന്ന ഒരുവനും ദൈവമില്ല. അങ്ങനെ ഒരു വാക്യമുണ്ട്. 2 John chapter 1:9. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് വിട്ടുപോകുന്ന ഒരുവനും ദൈവമില്ല. ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരാണെന്നുള്ള ഉപദേശത്തിൽ നിലനിൽക്കാതെ പോയാൽ ദൈവമില്ല. ക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിൽ നിലനിൽക്കാതെ പോയാൽ ദൈവമില്ല. എന്താ ക്രിസ്തു പഠിപ്പിച്ചേ? ക്രിസ്തു പഠിപ്പിച്ചത് നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സേവിക്കണം. 2, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ ഉപദേശത്തിൽ നിന്ന്, അതിൽ നിന്ന് മാറിപ്പോയാൽ ദൈവമില്ല, ദൈവം ഇല്ലാത്തവനാ. പെന്തക്കോസ്തായാലും പാസ്റ്ററായാലും ദൈവം ഇല്ലാത്തവനാ. അയ്യോ പാസ്റ്ററെ, ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരാളും 8 വർഷമായിട്ട് അടുത്തിരുന്ന് ആരാധിക്കുന്ന ഒരാളുടെ മിണ്ടുകയില്ല. 8 വർഷമായി മിണ്ടിയിട്ട്, പക്ഷെ ഒരേ പള്ളിയില്ല. ഒരു ബെഞ്ചിന്റെ അപ്പുറത്തെ അങ്ങേ മൂലയ്ക്കോ ഇങ്ങേ മൂലയ്ക്കോ. കാര്യം എന്താ? അടുത്തിരുന്നാൽ ഈ ചുംബനം കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ കർത്തൃമേശ. അതുകൊണ്ട് അങ്ങേ മൂലയ്ക്കോ ഇങ്ങേ മൂലയ്ക്കോ ഇരിക്കുക. 8 വർഷമായി മിണ്ടിയിട്ട് എന്തിനാ ഈ പള്ളി പോന്നേ? ദൈവം നിന്റെ അകത്ത് കയ്പുണ്ടെങ്കിൽ ദൈവമില്ല. അത് ശത്രുവിനോടായാലും ദൈവമില്ല. കാരണം കർത്താവിന്റെ ഉപദേശം അതാണ്. എന്താ? നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള ഒരു ഉപദേശം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. തമ്മിൽ സ്നേഹിക്കാത്തവന് ദൈവമില്ല. അവൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അവൻ പിശാചിന്റെ ആളാ, ഏജന്റാണ്. ക്രിസ്തു ആരാണെന്നുള്ള ഉപദേശത്തിൽ നിന്ന് മാറുന്നവൻ ദൈവമില്ലാത്തവനാണ്. ക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിൽ നിന്ന് മാറുന്നവൻ ദൈവമില്ലാത്തവനാണ്. അതാണ് ഈ അതിര് വിട്ടുപോകുക. അവന് ദൈവമില്ല. ശ്രദ്ധിക്കണം, ഞാൻ എളുപ്പം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ അകൃത്യം കരുതിയാൽ, അതിര് വിട്ടുപോയാൽ, ക്രിസ്തു ആരെന്നുള്ള ബോധ്യത്തിൽ നിന്ന് വിട്ടുപോയാൽ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് വിട്ടുപോയാൽ ദൈവമില്ല. അകൃത്യത്തിൽ ആണ് മുൻപോട്ട് പോകുന്നത്. അകൃത്യത്തിലാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയല്ല. ശ്രദ്ധിക്കണം ദൈവമക്കൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയല്ല. അപ്പൊ 2 ലൂക്കോസിന്റെ വിഷയം 18-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിനകത്ത് രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ.
ലൂക്ക് ചാപ്റ്റർ 18:7. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ പ്രാർത്ഥന. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥന ആയിരുന്നെങ്കിൽ നമുക്കൊക്കെ അതിനകത്ത് കയറിപ്പായിരുന്നു. പക്ഷെ അവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, വ്രതന്മാരുടെ പ്രാർത്ഥന. വ്രതന്മാര് എന്ന് പറഞ്ഞാൽ വ്രതസ്ഥന്മാര് എന്ന് പറഞ്ഞാൽ വേർപാടുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പം വ്രതസ്ഥരല്ലെങ്കിലോ വേർപാടില്ലാത്തവരാണെങ്കിലോ പ്രാർത്ഥന കേൾക്കുകയല്ല. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അമ്പലത്തിൽ പാടുന്നവനെ വിളിച്ച് നമ്മുടെ ദേശ നിർത്തി പാടിപ്പിച്ചിട്ട് അതിന്റെ കീഴിൽ നിന്ന് കൈകൊട്ടിക്കാൻ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയല്ല. അന്യദേവന്മാരുടെ സേവിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കുന്ന പുസ്തകം പറയുന്നത്. അപ്പം നിന്റെ വേദന മാറാൻ നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുവോ? പറ്റിയല്ല. ആ നാമം എടുത്താൽ പറ്റിയല്ല, നീ പരാജയപ്പെടും. പ്രാർത്ഥന ദൈവം കേൾക്കുകയല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുകയല്ല. വേർപാടുണ്ടായിരിക്കണം. വേർപാട്, അതാണ് ശ്രദ്ധിക്കണം ആ പദം. ലൂക്ക് ചാപ്റ്റർ 18:7, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യം. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. വ്രതന്മാരുടെ, വ്രതസ്ഥന്മാരുടെ, വ്രതമുള്ളവരുടെ, വേർപാടുള്ളവരുടെ പ്രാർത്ഥന. പെന്തക്കോസ്ത് വേർപാടിന്റെ സഭയാണ്. ഇതാ തരിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇത് വേർപാടിന്റെ സഭയാണ്. ആത്മാവുള്ള സഭ വേർപാടുള്ള സഭയാണ്. ആത്മാവുള്ളവൻ വേർപാടുള്ളവനാണ്, അല്ലാത്തവൻ ആ വേറൊരു ആത്മാവിന്റെ ആളാ. അതുകൊണ്ടാണ് ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല, ലോകമേതും യോഗ്യമല്ലല്ലോ. പാട്ടുകാരന്റെ പഴയ പാട്ടുകൾ അതൊക്കെയാ. ലോകം പറ്റിയല്ല. ലോകത്തിന്റെ സ്നേഹിതനായ ദൈവത്തിന്റെ ശത്രുവായി മാറുകയാ. ഇന്ന് ലോകത്തിലേക്ക് സഭ ഇറങ്ങിപ്പോവുകയല്ലേ ഇത്. ലോകം മുഴുവൻ നമ്മളെ എങ്ങോട്ട് കൊണ്ടുവന്നു? സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു. കാരണം പോകേണ്ട കാര്യമില്ലല്ലോ, അങ്ങോട്ട് ഇറങ്ങി പോകേണ്ട കാര്യമില്ലല്ലോ. എല്ലാം അങ്ങോട്ട് ഇറങ്ങിപ്പോയ നാട്ടുകാർ കാണത്തില്ല. അതുകൊണ്ട് ആ ലോകത്തെ മുഴുവൻ നമ്മൾ എവിടെ കൊണ്ടുവന്നു? നമ്മുടെ സഭയ്ക്കകത്താക്കി. സഭയ്ക്കകത്ത് ഇപ്പോൾ എവിടെ ആരുണ്ട്? കർത്താവില്ല, പക്ഷെ ഇപ്പം ആരുണ്ട്? ലോകമുണ്ട്. പുറത്തു പോയി ഒന്നും ചെയ്യേണ്ട ആരും, എല്ലാം ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുവരിക. എല്ലാ കളികളും ഞങ്ങൾ ഇപ്പം അകത്താണ്. ലോകത്തിന്റെ കളികൾ ഞങ്ങൾ ലോകത്തിൽ പോയി കളിക്കില്ല. ഞങ്ങൾ ആ കളികളെല്ലാം ഞങ്ങൾ ഇപ്പോൾ അകത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ കളിക്കളമാക്കി മാറ്റിയിരിക്കുക. തിന്നുവാനും കുടിപ്പാനും കളിപ്പാനും അവർ എഴുന്നേറ്റു. അതുകൊണ്ട് എവിടെ വരെ പോകത്തുള്ളൂ? മരുഭൂമിയിൽ അവസാനിക്കുകയാണ്. കർത്തൻ മരുഭൂമിയിൽ വീഴുകയാണ്. വാഗ്ദത്ത കനാനിലേക്ക് പോകാൻ പറ്റില്ല. പ്രാർത്ഥന കേൾക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം വേർപാട് നഷ്ടപ്പെട്ടതാണ്. മൂന്നാമത്തേതോടെ പറഞ്ഞ് തന്നെ അവസാനിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് കിട്ടും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വസിച്ചാൽ. വെള്ളിയാഴ്ച ഞായറാഴ്ച അല്ലല്ല, 3 മണിക്കൂർ അല്ലല്ല, ഫുൾ ടൈം ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തു നിങ്ങളിൽ വസിക്കണം. ക്രിസ്തു എന്നിൽ വസിക്കണം. അവന്റെ വചനം എന്നിൽ വസിക്കണം. അങ്ങനെയാണെങ്കിൽ, അധിവാസമുള്ള ഒരാത്മീയ അനുഭവമുള്ളവരാണെങ്കിൽ, അതാണ് അതിന്റെ കറക്റ്റ്. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അധിവാസമുള്ള ഒരാത്മീയ അനുഭവമുള്ളവനാണെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരാതിരിക്കുകയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് തീർത്തുക. അപ്പോൾ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഒന്നാമത്തെ പ്രാർത്ഥന ഏതായിരുന്നു? എന്താ? കർത്താവേ ക്ഷമിക്കണമേ. അകൃത്യമുണ്ടെങ്കിൽ, വേർപാട് നഷ്ടപ്പെട്ടാൽ. മൂന്നാമത്തേത്, ക്രിസ്തുവിനോട് ബന്ധത്തിൽ നിന്ന് മാറി, ക്രിസ്തുവിനെ വസിപ്പിക്കാതെ മാറ്റി നിർത്തിയാൽ, ചില അവസരങ്ങളിൽ മാറിപ്പോയാൽ കർത്താവെ ക്ഷമിക്കണമേ. അതാണ് ഈ ദാനിയേലിൻ്റെ പ്രാർത്ഥന. നിങ്ങളൊന്ന് വായിക്കണം. 9-ാം അധ്യായം എല്ലാവരും വായിക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം പഠിക്കുക. 9-ാം അധ്യായത്തിനകത്ത് ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 9-5 മുതൽ നമ്മൾ ആ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ പാപം, ദാനിയേൽ പ്രാർത്ഥിക്കുക, ഞങ്ങൾ പാപം ചെയ്തു. ദാനിയേൽ വല്ല പാപം ചെയ്തു? മുമ്പേ പറഞ്ഞ ഗുണമല്ല ഉള്ളവനാണ്. പക്ഷേ അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുക, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾ പാപം ചെയ്തു. തെറ്റിനെ തിരിച്ചറിഞ്ഞ് അത് ദൈവ മുൻപാകെ ഏറ്റുപറഞ്ഞ്, അതാണ് പ്രാർത്ഥന. അതാണ് ക്ഷമിക്കണമെന്നുള്ള പദത്തിന്റെ അർത്ഥം വരുന്ന പ്രാർത്ഥന. ഞങ്ങൾ പാപം ചെയ്തു. നിങ്ങൾ വായിക്കണേ, ദാനിയേൽ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം മുതൽ ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ പറയുന്നതാണ്, ഞങ്ങൾ പാപം ചെയ്തു.
ഞങ്ങൾ വികടമായി നടന്നു, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, ഞങ്ങൾ കൽപ്പനകളും ചട്ടങ്ങളും വിട്ടുമാറി, ഞങ്ങൾ പ്രവാചകന്മാരുടെ വാക്കുകളെ കേട്ടനുസരിച്ചില്ല, ഞങ്ങളോട് ക്ഷമിക്കണേ. എത്ര മനോഹരമാണ് ആ ക്ഷമയോദിക്കൽ. കണ്ടോ? നമ്മൾ പറഞ്ഞ അറിയാതെ അറിഞ്ഞു ചെയ്തിട്ടുള്ള പാപങ്ങളെ ക്ഷമിക്കുന്നത് പണ്ട് പള്ളിയിൽ അച്ഛനോട് പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥന. നമ്മൾ നമ്മുടെ കുറവുകളൊന്നും ഓർക്കുന്നത് പോലെ ഇല്ല, പിന്നല്ലേ പറയുന്നേ. പക്ഷേ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാത്ത ഒരു മനുഷ്യൻ മുഴങ്കാൽ മടക്കിയിരുന്ന് കൈ മുട്ടുകുത്തിയിരുന്ന് ദൈവത്തോട് പറയാ, ഞങ്ങൾ പാപം ചെയ്തു. അതിൽ ഞാനും ഉണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, ഞാൻ വിശുദ്ധനാണ്, നിങ്ങളെല്ലാം പാപം അല്ലല്ല, ഞങ്ങൾ പാപം ചെയ്തു. ആ വാക്കങ്ങനല്ലേ, നിങ്ങൾ വായിച്ചോ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ വികടമായി നടന്നു, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, ഞങ്ങൾ കൽപ്പനകളും ചട്ടങ്ങളും വിട്ടുമാറി, ഞങ്ങൾ പ്രവാചകന്മാരുടെ വാക്കുകളെ അവഗണിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണേ. അതാണ് പ്രാർത്ഥനയുടെ ഒന്നാം ഭാഗം. കർത്താവേ കേൾക്കണേ. കേൾക്കാതിരിക്കാനുള്ള വിഷയം, കേൾക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് കർത്താവേ ക്ഷമിക്കണേ. മൂന്നാമത്തേത് പിന്നെ പറയേണ്ട കാര്യമില്ല, എന്താ? കർത്താവേ ക്ഷമിക്കൊള്ളണമേ. കണ്ണുകളെ അടയ്ക്കാം, കണ്ണുകളെ അടയ്ക്കാം, കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ പ്രാർത്ഥന ഈ മോഡൽ ഇതിന് യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയും ഇത് തരത്തിലാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുക. അദ്ദേഹം ഭയങ്കര ശുശ്രൂഷയായിരുന്നു, 3.5 വർഷം നിൽക്കാത്ത ശുശ്രൂഷയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നത്. നിർജ്ജന പ്രദേശത്തേക്ക് പോയിരുന്നു പ്രാർത്ഥിക്കുന്നു, ആരും കേൾപ്പിക്കാനല്ല. നിർജ്ജന പ്രദേശത്തേക്ക് പോയിരുന്നു പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹം മുഴങ്ങൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതേ പ്രാർത്ഥന തന്നെയല്ലേ ഇവിടെ ദാനിയേലിൻ്റെ പ്രാർത്ഥനയും നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ദാനിയേലിനെ കുറിച്ചും പറയുന്നത് അത് തന്നെയാണ്. ശ്രദ്ധിക്കണം ദൈവത്തിലെ, നമ്മൾ പ്രാർത്ഥനക്കാരാകണം. നമുക്ക് വീട്ടിനകത്ത് വ്യത്യാസം വരുത്താൻ കഴിയും, നമ്മുടെ തലമുറയിൽ വ്യത്യാസം വരുത്താൻ കഴിയും, നമ്മുടെ ദേശത്ത് വ്യത്യാസം വരുത്താൻ കഴിയും, നമ്മൾ കടന്നു പോകുന്ന സഭയിൽ വ്യത്യാസം വരുത്താൻ കഴിയും. പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന സഹോദരിയെ, നിന്റെ പ്രാർത്ഥന ഈ വിധത്തിലാണെങ്കിൽ, ക്ഷമിക്കണേ, കേൾക്കണേ, ചെവിക്കൊള്ളണമേ എന്നുള്ള തലത്തിലാണെങ്കിൽ, ഏറ്റുപറയുന്ന അനുഭവങ്ങളുള്ളതാണെങ്കിൽ, വിട്ടുകളയുന്ന അനുഭവങ്ങളുള്ളതാണെങ്കിൽ, നീ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇതൊരു പ്രാക്ടിക്കലാക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാക്ടിക്കലാക്കാം. ഈ ദിവസങ്ങളിൽ എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്, പ്രയോജനങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതെല്ലാം ഒരു പാറ്റേൺ, അതൊക്കെ മാറ്റി വെച്ചു, അതൊക്കെ വേണം വെച്ചോ. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചു നീ ഒന്ന് ദൈവസ്ഥലത്തിൽ ആരുമില്ലാത്ത സമയങ്ങളിൽ മുഴങ്കാൽ മടക്കി ഏറ്റുപറഞ്ഞ്, കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ വാക്കുകളിൽ, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, ചിന്തയിൽ, കൊടുക്കൽ വാങ്ങലിൽ ഇന്ന ഏറ്റുപറ. ഇന്ന വിഷയങ്ങളിൽ എനിക്കൊരു പ്രയാസം വന്നിട്ടുണ്ട് കർത്താവേ, ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, ആ വിഷയത്തിൽ ഞാൻ മാപ്പ് ചോദിക്കാൻ കർത്താവേ. നീ പറഞ്ഞാൽ തന്നെ അത് വിടുതലായി മാറുകയാണ്. ആ സഹോദരനോട് എനിക്ക് ക്ഷമിക്കാത്ത ഒരു വിഷയമുണ്ട് കർത്താവേ, കാണുമ്പോൾ ഞാൻ അവനോട് ക്ഷമ ചോദിച്ചേക്കാം, ആ വിഷയത്തിൽ ഞാനത് തിരിച്ചു കൊടുത്തേക്കാം. ഒന്ന് പറഞ്ഞാൽ മതി. പറയുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവം നിനക്ക് അനുകൂലമായി അല്ലെങ്കിൽ ദൈവിക സന്ദേശം അയക്കാൻ തുടങ്ങും. അതുകൊണ്ട് മറുപടി കേൾക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. അതിൻ്റെ പിൻപിൽ ആയിരിക്കുന്നവരെ എല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ കർത്താവേ, ദാനിയേലിനെ പോലെ കർത്താവേ, സമയം ഉണ്ടാക്കി കർത്താവുമായി ബന്ധപ്പെടുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വാക്കുകളെ ഞങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊള്ളണമേ. കർത്താവെ, അത് ഞങ്ങളുടെ പ്രാർത്ഥന വാക്കുകളായി മാറട്ടെ, ഞങ്ങളുടെ ഹൃദയത്തിനകത്തെ അനുഭവങ്ങളാക്കി മാറ്റണമേ. കർത്താവെ, അടിയങ്ങളെ സമർപ്പിക്കുന്നു, ഈ ജനത്തെ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളെ ഒന്ന് കർത്താവ് ഈ കാലഘട്ടത്തിൽ നിന്ന് ഉപയോഗിക്കണമേ. കർത്താവെ, ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലങ്ങളെ കർത്താവ് ഒന്ന് തിരിച്ചു പിടിക്കുവാൻ, ഈ നഷ്ടപ്പെട്ടു പോകുന്ന തലമുറകളെ ഒന്ന് തിരിച്ചു പിടിക്കുവാൻ, കർത്താവ് ഒരു ദേശത്തെ ഒന്ന് തിരിച്ചു പിടിക്കുവാൻ, ഞങ്ങളുടെ സഭകളെ ആത്മാവിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവെ, ഞങ്ങളുടെ മുഴങ്കാലുകളെ ഉപയോഗിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ ഉപയോഗിക്കണമേ, ഞങ്ങളുടെ ശബ്ദങ്ങളെ ഉപയോഗിക്കണമേ. കർത്താവെ, അങ്ങനെ ചെയ്യാൻ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, സമയങ്ങൾ മാറ്റിവെക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ മാറ്റിവെക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ, ഈ എൻ്റെ കേൾവിക്കാരെ ഞാൻ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ നാവ് ചലിക്കുമ്പോൾ
സ്വർഗം തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഇവരുടെ നാവ് ചലിക്കുമ്പോൾ സ്വർഗം ചലിക്കട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരുടെ ശരീരം ആത്മാവിൽ അനങ്ങുമ്പോൾ ദൈവപ്രവർത്തികൾ തുറക്കപ്പെടട്ടെ, വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇവരെ പിതാവിന്റെയും പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ.